ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദാസനും ഗീത ഞെട്ടി നിൽക്കുകയാണ്. സുജാത വിളക്കൊക്കെ കൊണ്ടുവരുന്ന കാണുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. വേഗം തന്നെ സുജാത വിളക്ക് കൊണ്ട് ഗംഗയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഗംഗ വിളക്ക് വാങ്ങിക്കും. എന്നിട്ട് സുജാത പറയാണ്, മോളെ ഐശ്വര്യമായിട്ട് വലതുകാലി വെച്ച് അകത്തേക്ക് വായോ, ദൈവങ്ങളൊക്കെ വിചാരിച്ച് വേണം കേട്ടോ അകത്തേക്ക് വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ. പെണ്ണുണ്ടെങ്കിൽ ഗീത ദേഷ്യത്തോടു കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ്. വിനീത ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ ഗീതനെയും ദാസനൊക്കെ ചിരിച്ച് നോക്കി പോവുകയാണ്. അപ്പോൾ ദാസൻ ചോദിക്കുകയാണ് ഗീതനോട്, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണെന്ന് നിന്റെ തളര മനസ്സിൽ നിന്ന് ഒന്ന് അറിഞ്ഞിട്ട് വാടി എന്ന് പറയുകയാണ്. അങ്ങനെ ഇവരകത്ത് ചെന്നിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ദാസനൊക്കെ ആകെ ടെൻഷനായിട്ട് എന്താണാവോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ദാസനും ഗീതയും വരുന്നുണ്ട്. അന്നേരം സുജാത പറയുന്നുണ്ട്, മോളെ വിനീതിൻ്റെ മുറിയിൽ പോയിട്ട് വിശ്രമിച്ചോ, അമ്മയ്ക്ക് കുറച്ച് പണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുകയാണ്. അങ്ങനെ അവരും അകത്തേക്ക് പോകട്ടാ. ഗംഗ അകത്തേക്ക് പോകുമ്പോൾ വിനീത് ദാസൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അതെ നല്ല ക്ഷീണം ഉണ്ടളിയ, ഞാൻ ഒരിത്തിരി നേരം പോയിട്ട് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു പോകും. അപ്പോൾ ദാസൻ പറയാണ്, എന്താണ്ടി ഇവിടെയൊക്കെ നടക്കുന്നത്, എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയൂല, അവൾക്ക് പോയി അന്വേഷിച്ചിട്ട് പാടി നിൻ്റെ തള്ളരെ മനസ്സിൽ എന്താണെന്ന്. അങ്ങനെ ഗീത അമ്മയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ വെറുതെ ചെന്നിങ്ങോട്ട് കറിയൊക്കെ എടുത്ത് രുചിച്ച് നോക്കിയിട്ട് പിന്നെ പെട്ടെന്ന് സുജാതനെ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, അമ്മേ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം അല്ല അമ്മ എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഓ അത് ശരിയാ, വറുത്തരച്ച് വെച്ച ചെമ്മീൻ കറിക്ക് ഒരിത്തിരി കയ്പ്പ് കൂടിപ്പോയി, ഉപ്പ് കൂടിപ്പോയി, എന്തായാലും സാരില്ല, അത് നാളികേരപ്പാൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അമ്മേ അതല്ല പറഞ്ഞത്, വിനീതിൻ്റെ 16 അടിയന്തരം നടത്തുന്നു പറഞ്ഞിട്ട് അമ്മ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഇതൊക്കെ കേൾക്കാനായിട്ട് ദാസൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഒളിച്ച് നിന്നിട്ട് കേൾക്കുന്നുണ്ട് എല്ലാതും. അപ്പോൾ അമ്മ എന്തിനാണ് അവരെ പിടിച്ച് കയറ്റിയത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതോ അക്കാര്യമാണോ നീ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എടി നീ പറഞ്ഞില്ലേ ഈ സ്വത്തുക്കൾ മുഴുവനും നിങ്ങൾക്ക് എഴുതി തരുമെന്ന്, അതങ്ങനെ നിസ്സാരമായിട്ട് എഴുതി തരാൻ പറ്റില്ല. കാരണം ഈ സ്വത്തുക്കളൊക്കെ സമ്പാദിച്ചതേ നിൻ്റെ അച്ഛൻ സുകുമാരനാണ്. അപ്പേ നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് അങ്ങനെ എങ്ങനെയാണ് ഞാൻ ഒരാൾക്ക് മാത്രമായിട്ട് തരാം? അപ്പം അതിന് അവനും കൂടെ സമ്മതിക്കണം, അതിനവനെ സോപ്പിട്ട് നിർത്തണം, മനസ്സിലായ? അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വിളിച്ചു വരുത്തിയത് എന്ന് പറയാണ്. അപ്പം പെട്ടെന്ന് ഗീത അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവൻ സത്യമാണോ ഈ പറയുന്നത്? അതിന് തന്നെയാണ്. ഓ അപ്പം അങ്ങനെയാണല്ലേ. അവനും കൂടെ സമ്മതിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്വത്തുക്കളൊക്കെ എഴുതി തരാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ശരിയാവോ? ആഭരണങ്ങളും പണവും ബാങ്ക് ഡെപ്പോസിറ്റും ഒക്കെ നിനക്ക് തരാം, പക്ഷേ ഈ വീടും പറമ്പും അതിന് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിൻ്റെ സമ്മതം മാത്രം പോരാ, അതിന് അവൻ്റെ സമ്മതം കൂടെ വേണം എന്ന് പറയണം. അപ്പോഴേക്കും ദാസൻ വന്നിട്ട് ഇങ്ങനെ, ഇവൾക്കൊന്നും അറിയില്ല അമ്മേ, മണ്ടി അവള് എന്ന് പറയും കേട്ടോ. അതെന്നെ അമ്മ പറയുന്നു കേട്ടോ. അങ്ങനെ സുജാത പറയും, അതെ അവരെ സോപ്പിട്ട് നിർത്തണം, അനുനയത്തിൽ നിർത്തണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരെ കൂടി വിളിച്ചു വരുത്തിയത്. അത് നിങ്ങൾക്കേ കഴിയുള്ളൂ. നിങ്ങൾ അവരെ അനുനയത്തിൽ നിർത്തി അവരിതൊക്കെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എളുപ്പമല്ലേ. അപ്പോൾ ഗീതയ്ക്ക് സന്തോഷം കേട്ടോ. അമ്മയുടെ മനസ്സിൽ സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങൾക്ക് എഴുതി തരാമെന്ന് ആഗ്രഹമുണ്ടല്ലേ, എനിക്ക് സന്തോഷമായി അമ്മയെന്ന് പറയും കേട്ടോ. എന്തായാലും അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ഞാൻ എന്തായാലും അവരെ അനുനയിപ്പിച്ച് നിർത്തിക്കോളാം, അമ്മ പേടിക്കൊന്നും വേണ്ടെന്ന് പറയാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം, ഈ സദ്യ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവൻ്റെ 16 അടിയിൽ നിന്ന് നടത്താൻ എന്ന് പറയാൻ കേട്ടോ. അപ്പം ഗീതയ്ക്ക് സന്തോഷമാവും കേട്ടോ. അപ്പം സുജാത എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് പറയുന്നത്. സുജാത അവരെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ അവനെ മാത്രമല്ല അവളെ എനിക്ക് ഇവിടുന്ന് ഇറക്കി വിടണം, അതിന് നിങ്ങൾക്ക് സ്വത്ത് എഴുതി തരാമെന്ന് അവൻ സമ്മതിക്കണം. അവൻ സമ്മതിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിന് പറ്റുള്ളൂ. അതിനെന്താ വേണ്ടത്? നിങ്ങൾ അവനോട് നല്ല രീതിയിൽ നിൽക്കണം, മനസ്സിലായ? അപ്പം ഗീത അത് ഞങ്ങൾ ഏറ്റു അമ്മേ, അത് ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്ട്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം, ശരി എന്നാൽ ഞങ്ങൾ പോട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് അവർ പോകുമ്പോൾ സുജാത ചെല്ലങ്ങോട്ട് എന്ന് പറയും. അങ്ങനെ കഴിഞ്ഞ ശേഷം പിന്നെ വിനീതിൻ്റെ അടുത്ത് ഗംഗ വന്നിട്ട് ചോദിക്കണം, അപ്പം നമുക്ക് തുടങ്ങിയാലോ വിനീതേട്ടാ എന്ന് പറയും കേട്ടോ. ഞാനില്ല, നീ എന്തായാലും കിച്ചണിലേക്ക് ചെല്ല് എന്ന് പറയുകയാണേ. അപ്പം വിനീതേട്ടനോ, എനിക്കുള്ളതൊക്കെ ചാത്തന്മാർ ഇവിടെ കൊണ്ട് തരും എന്ന് പറയാണ് കേട്ടോ. അന്നേരം പോകാൻ നേരത്ത് ഗംഗ പറയും, കുറച്ചേറെ പ്രതിസന്ധികൾ ഉണ്ടാവും കേട്ടോ, അതൊക്കെ തരണം ചെയ്തേക്കണേ. അതൊക്കെ ഞാൻ ഏറ്റ് എന്ന് പറയും. അങ്ങനെ കിച്ചണിലേക്ക് ഗംഗ ചെല്ലാണ്. എന്താണ് അമ്മായി കുറേ പണികളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഗീതേച്ചി എങ്ങനെ വെറുതെ ഇരിക്കുന്നത്, സൂപ്പർവൈസറാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുജാത പറയും, അവൾ സൂപ്പർവൈസറല്ല, അതിനേക്കാളും വലിയ ആളാണെന്ന് പറയും കേട്ടോ.
അപ്പം ഗീത പറയും, അല്ല ഞാനിങ്ങനെ പണികളൊന്നും എടുക്കാറില്ല, അമ്മനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കില്ല, എനിക്ക് കൈപ്പുണ്ണില്ല എന്നാണ് അമ്മ പറയുന്നത്. പിന്നെ ഞാൻ ഇവിടെ എങ്ങാനും വന്ന് നിൽക്കും, എനിക്ക് അടുക്കളയുടെ മണം കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പം ഗംഗ ഫ്രിഡ്ജ് തുറന്ന് നോക്കാണ് കേട്ടോ. അതിന് ശേഷം ഫ്രിഡ്ജ് അടച്ചിട്ടിട്ട് പിന്നെ ചോദിക്കും, ആണോ അടുക്കളയുടെ മണം കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ? അതെ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഫ്രിഡ്ജിന് കുറച്ച് ബീട്രൂട്ട് എടുക്കുകയാണേ, ഇതൊന്ന് അരിഞ്ഞു വെച്ചേക്കിന്ന് പറയും. എന്ത് നോക്കിയിട്ടോ ഗീത, ഇതങ്ങോട്ട് അരിഞ്ഞു വെച്ചിരിക്കും, ഇനിയും കുറേ പണികളുണ്ട്, ചക്കക്കുരു തോരൻ ഉണ്ടാക്കാനും ചെമ്മീനെലിശ്ശേരി ഉണ്ടാക്കാനൊക്കെ പണിയുണ്ട്, അപ്പം എന്തായാലും ഇതും കൂടെ ചെയ്തേക്കിന്ന് പറയട്ടോ. അപ്പം സുജാത ഇങ്ങനെ നോക്കാൻ കേട്ടോ. അപ്പം ഗീതയ്ക്ക് വീരെ താല്പര്യമില്ലാത്ത അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും പണി ചെയ്യണത് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് എന്ന് പറയും. അങ്ങനെ സുജാത ഗീതയുടെ അടുത്ത് വന്നിട്ട് പറയും, അതേ അവൾ നിന്നെ പരീക്ഷിക്കണതാവും, ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പണികളും എല്ലാവരും ഷെയർ ചെയ്യണം എന്ന് പറയാൻ കേട്ടോ ഗീത. ഗീതയല്ല, ഗംഗ പറയാണേ. അന്നേരം ഗീത വേറെ നിവൃത്തിയില്ലാണ്ട് ആ ബീട്രൂട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് അതിനെന്താ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചരികയാണേ. പിന്നെ ദാസം വന്നിട്ട് വിനീതിൻ്റെ മുകളിൽ ചൂശു എന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വിനീത് ഇങ്ങനെ മുകളിലൊക്കെ നോക്കാനിട്ട് എന്തോ ഒച്ചാന്ന് വിചാരിച്ചിട്ട്. അന്നേരം ദാസം പറയും, ഞാനാണ് അളിയാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്രാൻഡി കുപ്പി കാണിച്ച് കൊടുക്കാൻ, ടെൻറ്റഡേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആഹാ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും പിന്നെ തൊടിയിലേക്ക് പോകുകയാണ്. ഞാൻ അടി തുടങ്ങി, അളിയനോട് ആരാ പറഞ്ഞത് എന്ന് പറയും. അപ്പോഴേക്കും ദാസം പോയിട്ട് ഒരു കൊല മാങ്ങൊക്കെ കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് ദാസം പറയാം, അതൊക്കെ ഞാൻ അറിഞ്ഞളിയാ, അന്നേ അളിയൻ്റെ കൂട്ടുകാരായിട്ട് കടയിൽ വെച്ചിട്ട് കുടിച്ചിട്ട് കുപ്പിരെ മുന്നിൽ നിന്നിട്ടൊരു ഡാൻസ് കളിയൊക്കെ ഉണ്ടായില്ലേ, അതൊക്കെ ഞാൻ കണ്ടളിയാ എന്ന് പറയട്ടോ. അന്ന് തന്നെ എനിക്ക് മനസ്സിലായി അളിയൻ കുടി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ രണ്ടുപേർക്കും കൊണ്ട് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാസം കുടിക്കുന്ന സമയത്ത് വിനീതാണെന്നുണ്ടെങ്കിൽ കുടിക്കുന്ന പോലെ കാണിക്കും. എന്നിട്ട് ദാസം തിരിയുമ്പോൾ അപ്പുറത്തേക്ക് കളയാണ്. അങ്ങനെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്ന ബ്രാൻഡി മുഴുവനും പുറത്തേക്ക് വിനീത് കളയുന്നുണ്ട്. പക്ഷെ കുടിച്ചെന്ന് ദാസനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇവർ ഓരോന്നും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അന്നേരം ദാസം പറയാണ് കേട്ടോ, അതെ എനിക്കൊരു പ്രശ്നം ഉണ്ട് അളിയാന്ന് കേട്ടോ പറയാൻ കേട്ടോ. എന്ത് പ്രശ്നം? ആ പ്രശ്നം പറഞ്ഞാൽ അളിയൻ തീർത്ത് തരുമോ? പിന്നെന്താ, ഞാൻ തീർത്ത് തരാമല്ലോ എന്നൊക്കെ പറയുകയാണേ. അതൊരാളാണ് പ്രശ്നം, ആളാണെങ്കിലോ ആരാണത് പറയാളിയാ, നമുക്ക് തട്ടവരെ എന്ന് പറയും കേട്ടോ. അപ്പം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കിച്ചണിൽ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അലർച്ച കേൾക്കാണ് കേട്ടോ. അപ്പം ഇതാരാ, അത് ആടെങ്ങാനും കരയണതാവും. സുജാത പറയും, അല്ലല്ല ഇത് മനുഷ്യൻ്റെ കരച്ചിലാണെന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടി പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ചെന്നപ്പോൾ വിനീത് ഒരു തോർത്തുമുണ്ട് എടുത്തിട്ട് ദാസൻ്റെ കഴുത്ത് മുറുക്കിയിട്ട് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചു. ലാസ്റ്റ് വിനീത് ഇങ്ങനെ ഒരു ഒറ്റ തട്ട് തട്ടുമ്പോൾ ദാസൻ ചെന്ന് വീഴാണ് കേട്ടോ. അപ്പോഴേക്കും ഗീത ചെന്ന് പിടിച്ചു വലിക്കുകയാണ്. വിനീതാണെന്നുണ്ടെങ്കിൽ വിനീതിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. രണ്ട് പേരും കൂടെ പിടിച്ചു വലിച്ച് മാറ്റാണ് കേട്ടോ. നീ എന്ത് വിചാരിച്ചടാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വിനീത്. എടി വേണമെങ്കിൽ വേഗം തന്നെ അവനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോക്കോ, അല്ലെങ്കിൽ നീ വിധവയാവും എന്ന് സുജാത പറയുകയാണ്. അങ്ങനെ വേഗം തന്നെ ഗീത ദാസനെ പിടിച്ചു വലിച്ച് പോകുകയാണ്. വിനീതാണെന്നുണ്ടെങ്കിൽ വീശൊക്കെ പിരിച്ചിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മനെ നോക്കുകയാണ്. അമ്മനെ നോക്കിയിട്ട് അമ്മയുടെ തോളിൽ കൈയിട്ടിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സുജാതയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദാസൻ്റെ കഴുത്തുളുക്കിയിട്ട് ഇങ്ങനെ ഫേസ് ഒരു ഭാഗത്തേക്ക് ചെരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊച്ചു കളിച്ചിങ്ങായിട്ട് കാറൊക്കെ കൊണ്ട് മേത്തടിക്കുമ്പോഴേ എനിക്ക് വയ്യാൻ ഈ കുട്ടി പിശാചിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറയും കേട്ടോ. അപ്പം ഗീതയ്ക്ക് ദേഷ്യപ്പെട്ട് ഗീത ഓരോന്നും ഒപ്പിച്ച് വെച്ച് വന്നിരിക്കുന്നു, അടിവേടിച്ച് വന്നിരിക്കുന്നു, കഴുത്തും തലയും പോയി എല്ലാം പോയി എന്നൊക്കെ പറയട്ടോ. എടി നീ എൻ്റെ മൂത്തോയ്ക്ക് സംസാരിക്കടി എന്ന് പറയും. അപ്പം ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് നിന്നിട്ട് പറയാൻ കേട്ടോ, എല്ലാം പേടിച്ച് വന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇത് പറയാനാണ് എന്ന് പറയട്ടോ. അപ്പോൾ അല്ലടി എനിക്കറിയോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം, സ്വത്ത് മേടിക്കാൻ വന്നിട്ട് ഇപ്പോൾ എൻ്റെ കഴുത്താണല്ലോ പോയത് എന്ന് പറയേ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ഗംഗ ചോദിക്കും, ചേച്ചി ഗീതേച്ചി ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു അമ്മായി എന്ന് പറയും കേട്ടോ. ഓ എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ തിന്നാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ദാസൻ ചോദിക്കുന്നുണ്ട്, ആരാ വന്നിരിക്കുന്നത്? ഗീത മാത്രമേ ഉള്ളൂ? ഭാഗ്യം എന്ന് പറയും. വിനീതിനെ പേടിച്ചിട്ടാണ് കേട്ടോ. എന്നാലും ഗംഗ വീണ്ടും ചോദിക്കാൻ കേട്ടോ, കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ കഴിക്കും, നല്ല സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും കേട്ടോ. നല്ല സദ്യ എന്ന് കേൾക്കുമ്പോൾ ദാസന് കഴിക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീത പറഞ്ഞു, വേണ്ട എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ കഴിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത് എന്ന് പറയും കേട്ടോ. ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് എന്ന് പറയും, ഞങ്ങൾ ഇറങ്ങാൻ പോകുകയാണെന്ന് പറയും. ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നുള്ളൂ, നിങ്ങളുടെ ഇഷ്ടം ചെയ്യാനായിട്ട് ഗംഗ പറഞ്ഞിട്ട് ഗംഗ പോവുകയാണ്. ദാസൻ പറയാണ്, എന്നാലും സദ്യ വേണ്ടാന്ന് പറയണ്ടായിരുന്നടി, എന്തായാലും സ്വത്ത് മേടിക്കാൻ വന്നിട്ട് സ്വത്തില്ലാതെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ സ്വർണ്ണമ്മ പച്ച വെള്ളം തരൂല, എനിക്കാണെന്നുണ്ടെങ്കിൽ വിശന്നിട്ട് വയ്യാന്ന് പറയാൻ കേട്ടോ.
അപ്പോൾ ഗീത പറയും ഞാൻ വിചാരിച്ച അവൾ നമ്മളെ കുറച്ചും കൂടെ നിർബന്ധിക്കുന്നു, അതിന് അവൾ നിർബന്ധിച്ചില്ലല്ലോ എന്ന് ഗീത പറയും. ഇതേ സമയം പിന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സുജാത ഇരുന്ന് പത്രം വായിക്കുകയാണ് കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പിന്നെ പ്രമോണ് കാണിക്കുന്നത്. പ്രമോലാണെന്നുണ്ടെങ്കിൽ ഇവർ യാത്ര പറഞ്ഞ് പോകുമ്പോൾ പൊന്നൂനെ അവിടെ നിർത്താനായിട്ട് പറയുന്നുണ്ട് കേട്ടോ കൊച്ചിനെ. അപ്പം ഇതെൻ്റെ മോളാണ്, എനിക്കറിയാം ഇങ്ങനെ നോക്കണമെന്ന്, ഞാൻ ചിലപ്പോൾ പട്ടിണിക്കിടും, ഭക്ഷണം കൊടുക്കാതിരിക്കും, അതൊക്കെ ഉണ്ടാവും, അതൊക്കെ എൻ്റെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗീത അമ്മനെ വഴക്ക് പറയാണ്. പിന്നെ അവർ പോയതിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സുജാത ആ സമയത്ത് സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗംഗനോട് മാപ്പ് പറയാണ്. അന്ന് ഗംഗര ഭർത്താവല്ല കല്യാണം ആലോചിച്ച് വന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് സുജാത പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാലെടുത്ത് വെച്ചതോട് കൂടിയിട്ട് എൻ്റെ ആങ്ങളയുടെ ജീവൻ പോയി എന്നൊക്കെ. അതുകൊണ്ടാണ് ഗംഗര കല്യാണം മുടങ്ങിയത്. അങ്ങനെ ഞാൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഗംഗയ്ക്ക് വേണ്ടി ഇനിയുള്ള ജന്മം മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചോളാം മോനെ എന്ന് പറഞ്ഞിട്ട് വിനീതിൻ്റെയും ഗംഗരം മുന്നിൽ വെച്ചിട്ട് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ സുജാത. അത്ര പ്രമോല് കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് കാവേരിനൊക്കെയാണ്. കാവേരിയും അതുപോലെ തന്നെ രാധമ്മയും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ രാധമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭൂമി പൂജയ്ക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഭൂമിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞു പോയതല്ലേ കഴിഞ്ഞു പൊക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അന്നേരം കാവേരി പറയുന്നുണ്ട്, അങ്ങനെ കഴിഞ്ഞു പോയതൊന്നും കഴിഞ്ഞു പോയെന്ന് വിചാരിക്കാൻ പറ്റില്ല, അരവിന്ദിൻ്റെ മുതലാണ് അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ കാവേരി അതിന് കണക്ക് ചോദിച്ചിരിക്കും എന്ന് തന്നെ കാവേരി പറയാണ്.